ഇത് കണ്ടോ? രാജ്യം വിട്ടുപോയ പെണ്ണ് ദാ വന്നിരിക്കുന്നു. എന്തു പറ്റി കുട്ടി? ഞാൻ പോകുന്നില്ല. എനിക്ക് പോവാൻ തോന്നുന്നില്ല. ചന്ദ്ര ഇങ്ങനെ കിടക്കുമ്പോ ഞാനും ഇവിടെ വേണമെന്ന് എനിക്ക് തോന്നി. എനിക്കറിയാം, അവക്ക് അങ്ങനെ തോന്നും. അവളും പപ്പയുടെ മോളല്ലേ. ഗുഡ് ഡിസിഷൻ. 1 വർഷം പഠിപ്പ് പോകുന്നേ ഉള്ളൂ. വേണമെന്ന് തോന്നി ഇനി അപ്ലൈ ചെയ്യാം. പക്ഷേ ഉടനെ യൂണിവേഴ്സിറ്റി പോയി എഴുതി കൊടുക്കണം. വെറുതെ സ്കോളർഷിപ്പ് എന്തിനാ കളയുന്നത്? എന്താ എന്നെ ശിക്ഷിക്കുന്നില്ലേ? ഉണ്ട്, ശിക്ഷിക്കണമെന്ന് തന്നെയാ എന്റെ തീരുമാനം. അതിനു മുമ്പ് എനിക്കറിയണം എന്തിനാ ഈ നാടകമൊക്കെ എന്ന്. സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. പുറത്ത് പോലീസ് നിൽക്കുന്നുണ്ട്. കുറെ ആൽഫിമാരെ അറസ്റ്റ് ചെയ്യാൻ. തന്റെ സുഹൃത്ത് അപ്പുക്കുട്ടനും ഇത് തന്നെയാ പറഞ്ഞത്. അയാളും ഉണ്ട് പുറത്ത്. അന്തസ്സുള്ള ഓഫീസായത്. ഇതിനകത്ത് പോലീസുകാർ കയറി MD അറസ്റ്റ് ചെയ്തെന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ നാണക്കേട്. അതുകൊണ്ടാ ഞാൻ അവരെ പുറത്ത് നിർത്തിയത്. മനുഷ്യന് അത്യാർത്ഥി പാടില്ല അല്ലേ? താൻ വരുന്നുണ്ടോ അതോ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കണോ? വേണ്ട, നമ്മൾ വരാം. പോലീസ് ഇങ്ങോട്ട് വന്നാൽ ഈ ആഫീസുകൾ എല്ലാവരും കൂടി നമ്മളെ എടുത്തിട്ട് ഇടിക്കും. ഈ തിങ്ങളെ അടി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത്. മാമാനെ അടിച്ചിട്ട് മാമാന്റെ എല്ലിന്റെ എണ്ണം കൂടി പല്ലിന്റെ എണ്ണം കുറഞ്ഞ്. എന്നാ വാ. എവിടെ പോലീസ്? എവിടെ പോലീസ്? പോലീസില്ല, ഇവിടെ കള്ളന്മാരേ ഉള്ളൂ. ഇത് അരക്കള്ളൻ, ഇത് മുക്കാക്കള്ളൻ, ഇത് മുഴുക്കള്ളൻ. ഇവരെന്താ ഒരുമാതിരി ശവം പോലെ നിൽക്കുന്നത്? ഞാനൊന്ന് വരട്ടി. പുറത്ത് പോലീസ് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് ശരി. പോലീസും പട്ടാളൊന്നുമില്ല, ഞങ്ങൾ നിന്റെ കല്യാണം നടത്താൻ വന്നതാ. വീരാനിക്ക് എണീറ്റ് നടക്കുന്നതിന് മുമ്പ് നടത്തിയില്ലെങ്കിലേ കവർന്നെടുത്തോട്ടേ കവർന്നെടുത്തോട്ടേ. എവിടേക്ക് പോണെന്നാ പറഞ്ഞേ? യൂണിവേഴ്സിറ്റി വരെ. രാത്രിയിലത്തെ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. അപ്പോഴേക്കും ലോൺ കിട്ടില്ലേ? എന്നിട്ട് വേണം നമുക്ക് ഈ കള്ളക്കഥകൾ അവസാനിപ്പിക്കാൻ. ഇവിടില്ല, വീട്ടിലുണ്ട്. കൊടുക്കും. ഇത് കണ്ടോ? ഒറിജിനൽ ആൽഫിയും ചന്ദ്രൻ കൂടി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അപ്ലൈ ചെയ്ത അപ്ലിക്കേഷൻ ഫോമാ. രജിസ്റ്റർ ഓഫീസിലെ കണ്ടെടുത്തതാ. ആൽഫിയുടെ ഒറിജിനൽ ഒപ്പ് ഇതിനകത്തുണ്ട്. ഈ ഒപ്പ് ഇവനിടണം, അല്ലെങ്കിൽ ഇവൻ ആൽഫിയല്ല. അതിതാ ഞാൻ പപ്പയുടെ കൈ കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊടുത്തോളാം. നീയും ഈടെയായിട്ട് അവനോട് കൂടിയിട്ടുണ്ട്. ഗൂഢാലോചനക്കാരെ എല്ലാത്തിനും ഒരുമിച്ച് ഞാൻ അകത്താക്കും. ഞാൻ ഇത് അമ്മാവന്റെ കയ്യിൽ കൊടുക്കാൻ പോവുകയാണ്. നീ പോലീസിന് ഇനിയുള്ള തയ്യാറായിക്കോ? നോക്കി നിൽക്കാതെ ചെല്ല്. पैसे नहीं मिलेंगे। नहीं छोड़ने वाले। हमें फिर की चलो। भाई साहब, चिट्ठी। അച്ഛന്റെ വിചാരണ കഴിഞ്ഞു. 18-ാം തീയതിയാണ് വിധി. കേസ് തോറ്റുപോകും. കുറഞ്ഞത് 6 വർഷം തടവെങ്കിലും വിധിക്കും എന്നാണ് നമ്മുടെ വക്കീല് പറയുന്നത്. അല്ലെങ്കിൽ ഇതുവരെയുള്ള പലിശയും ചേർത്ത് 7 ലക്ഷം രൂപയോളം കൊടുത്താ ഒത്തുതീർപ്പാക്കി തരാമെന്ന്. എവിടുന്ന് കൊടുക്കാനാ അത്രയും പണം? പാവം അച്ഛന്റെ ഇരിപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല. വല്ല കടുങ്കയും ചെയ്ത് കളയുമെന്ന എന്റെ പേടി. നമ്മൾ എന്താ ചെയ്യേട്ടാ?
വർമ്മ സാർ കുളിക്കുന്നോ? അതേന്ന് സത്യമാണ്. ചന്ദ്ര സംസാരിച്ചു. വേഗം വാ. എടോ, ചന്ദ്ര സംസാരിച്ചു. താൻ ആൽഫിയെ പോയി വേഗം വിളിച്ചോണ്ടോ. അവൾ എല്ലാരും തിരിച്ചറിയുന്നുണ്ടോന്ന് എനിക്കറിയണം. ചെല്ലേ. ആൽഫി ഇവിടെ. ദാ, അവിടെ ഉണ്ട്. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. എവിടെ ആൽഫി? ഇതല്ലേ ആൽഫി? അയ്യോ, പറഞ്ഞതുപോലെ ഇയാൾ തന്നെയാണല്ലോ ആൽഫി. വെളിച്ചത്ത് കയറി വന്നപ്പോ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല. ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാം. എന്താ ഇയാൾ പുറത്തു പോ. താനേതാ? നമ്മൾ ഇവിടുത്തെ ആൽഫി. അപ്പൊ അവിടെ അപ്പുകുട്ടൻ ആൽഫി. ഇവിടെ ഒരു ആൽഫി, അവിടെ ഒരു ആൽഫി, അപ്പുകുട്ടൻ ആൽഫി, എല്ലാം കൂടെ എത്ര എണ്ണണ്ടടാ? ഏതാടാ നീ? 100. 100 പേരോ? അതെ, 100 പേര്. ബാക്കി 98 എവിടെയാടാ? നീയൊക്കെ കൂടെ എന്തൊക്കെ തെമ്മാടിത്തരടാ കാട്ടി വെച്ചിരിക്കണേ? എല്ലാം പുറത്താവാൻ പോവാ. ചന്ദ്ര സംസാരിച്ചു. നിന്നെ ഞാൻ വിടില്ല. ഓടിപ്പോണ ആൽഫി എവിടെ? ബാങ്കിൽ പോയിരിക്കാന്നാ പറഞ്ഞേ. എന്തിന്? അങ്ങനെ നീ അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ നോക്കണ്ട. തൂങ്ങുമ്പോ നമുക്ക് ഒരുമിച്ച് തൂങ്ങാടാ. കേരളം ഞാനാ ചപ്പുകുട്ട എല്ലാം താറുമാറാവാൻ പോകുന്നു. എന്ത് പറ്റി? ചന്ദ്രകുഞ്ഞ് സംസാരിച്ചു. ഇനി എന്ത് ചെയ്യും? ആറ്റമ്മ ഒളിച്ചു വെച്ചിരുന്ന സ്ഥലം നിനക്കറിയോ? എന്തിനാ അവിടെ പോയി ഒളിക്കാൻ? അല്ല, അതിന്ന് ഒരെണ്ണെടുത്തിന്റെ പൊട്ടിച്ചാലും ലോകം മുഴുവൻ അവസാനിക്കല്ലോ. എന്റെ ദൈവമേ, ഞാനിനി അങ്ങോട്ട് പോവും. നിങ്ങൾ കണ്ടാ സംസാരിക്കും? കണ്ടില്ല, കേട്ടു. ഒരുപക്ഷെ അന്ന് കൈ പൊക്കിയതുപോലെ ഒരു വാക്കോ മറ്റോ മിണ്ടിയതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ട്. ഏതായാലും പോയി നോക്കാം. ഞാൻ പുറത്തേക്കാം, നിങ്ങളകത്ത് പോയി നോക്ക്. സംഗതി കുഴപ്പമാണെങ്കിൽ ഞാൻ മുങ്ങും. എങ്ങോട്ട്? പാതാളത്തിലേക്ക്. ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? വല്യമ്മ, ശങ്കരമാവൻ, വേണുട്ടൻ. അതാരാണെന്ന് മനസ്സിലായോ? ഇരവി അങ്കിൾ. വർമാങ്കളും ആൽഫൊക്കെ ഇപ്പൊ വരും.